ഉണ്ടാവില്ലേ? ഭയങ്കരമായിട്ട് രാവിലെ ഒരു വഹ വന്നല്ലോ. ചെല്ലുമ്പോ കഴിക്കാം. എന്റെ ഡാഡി കൂടി എഴുന്നേറ്റാവോ? നാത്തൂനെ വന്നാ അമ്പലത്തിലെ കഴിഞ്ഞ പൂജയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ? ഭയങ്കര പണിയായിരുന്നു തോന്നുന്നു. ചന്ദനമുണ്ടല്ലോടി. എനിക്കിഷ്ടമാണ് എന്താ വലിയ പൊട്ടൊക്കെ തൊടാൻ. നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ? എനിക്ക് അങ്ങനെ വലിയ പൊട്ടൊക്കെ തൊടാൻ. നീ തൊടണ പോലത്തേക്ക് ഇഷ്ടമാണ്. എന്തുണ്ട് കഴിക്കാനൊക്കെ അല്ല. നീ അമ്പലത്തിലൊക്കെ പോയി ഒന്ന് ഞായറാഴ്ചയിലടി അവനെ ഒന്ന് ആ പള്ളിയിലൊക്കെ ഒന്ന് പറഞ്ഞു വിടാൻ പാടില്ല. കിടന്ന് നല്ല ചെയ്യും. എത്ര നേരമായി പോത്തുപോലെ കിടന്ന് ഉറങ്ങണേന്ന് അറിയാമോ? ഇത് തന്നെയാ ഇത്ര നേരമായിട്ട് എനിക്ക് പള്ളിയിലോട്ട് അങ്ങോട്ട് ചെന്നാ ഇനി പൊന്നാങ്ങളനെ അങ്ങോട്ട് കയറ്റും കൊറേ പള്ളിയിലോട്ട്. എന്താ ആ പള്ളിക്കാരെയൊക്കെ വെറുപ്പിച്ചിട്ടേക്കല്ലേ? എന്ത് പറഞ്ഞിട്ട്? ചോദിച്ചു നോക്ക് വരുമ്പോ. എന്റെ നാത്തും വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. എന്താ പ്രശ്നം? പള്ളിയിലായിട്ട് എന്താ പ്രശ്നം? പള്ളിയിലെ പ്രശ്നം അത് എല്ലാം ഓരോരോ പ്രശ്നങ്ങളാ. ക്ലീറ്റോനാകെ വേണ്ടത് ക്ലീറ്റോന്റെ പാർട്ടിക്കാര്, ക്ലീറ്റോന്റെ ആൾക്കാര്, അങ്ങനെയുള്ള ആളുകൾ മാത്രം മതി. പള്ളി വേണ്ട പട്ടക്കാർ. അത് കുറച്ച് നിന്നെ കൊള്ളൂല ചേട്ടാ. പൗലോനെ പോലത്തെ സ്വഭാവം ഒന്നുമല്ലല്ലോ. നിനക്ക് പറഞ്ഞു മനസ്സിലാക്കണ ഓരോ കാര്യങ്ങള് എന്താ ചെയ്യേണ്ടതെന്നോ എങ്ങനെയെന്നാ എന്താന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മനസ്സിലാക്കിയാ നാത്തൂനെ ഞങ്ങളല്ലേ? നിന്നെ ഇത്തിരി പേടിയൊക്കെ ഉണ്ട്. നീ പറഞ്ഞാൽ കേൾക്കുകയും ചെയ്യും. നീ ഇരിക്കടി വെച്ചേ കഴിക്കും. ഞങ്ങള് രണ്ട് മനുഷ്യജീവികളും ഇവിടെ ഉണ്ടെന്നുള്ളത് ക്ലീറ്റോന് ഓർമ്മയില്ലല്ലോ. രാവിലെ അങ്ങ് പോവും വെള്ളയിട്ട്. അത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വല്ലതും ഉണ്ടോ? പണിക്ക് പോവാ. അവൾക്ക് പണിയില്ലാതായിട്ട് എത്ര നാളായി? എന്തെങ്കിലും കയ്യിൽ ഇരിപ്പുണ്ടോ? നീ സമയത്തിനെല്ലാം വെച്ച് വിളമ്പി കൊടുത്തിട്ട് നാത്തൂൻ വരുമ്പോഴത്തേന് എന്നാ നീ പിടിച്ചാടാ എന്ന് പറഞ്ഞ 500,000 കയ്യിൽ വെച്ച് കൊടുക്കണ്ടേ? ആങ്ങൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്ക്. ഞാൻ പറഞ്ഞു കൊടുക്കാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ പറയണ്ട അവനോട് കുറച്ച് കാര്യങ്ങള്. വന്നല്ല ഇട്ടല്ല. എത്ര നേരമായിട്ട് ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട്? ജോയിന്റ് ആയിട്ട് എന്തൊക്കെയോ കഥകൾ പറയണല്ലേ? ജോയിന്റ് ആയിട്ട് അതെ നിങ്ങളെ തന്നെ വേറെ ഇവിടെ ഉറങ്ങി അങ്ങോട്ട്. നീ കഴിക്കല്ലേടി? കൂടിയാ നല്ല സാമ്പാറാ. ശരിയായ പാടുപെട്ടല്ലോ. നീ നോക്കിയ ശരിയായെന്ന് വെച്ചിട്ട് നോക്കിയ മണം കണ്ടറിയാൻ പാടില്ലേ? നീ നിന്റെ അമ്മ വയ്ക്കണ പോലെ പറഞ്ഞ വിശ്വസിക്കരുതിട്ട് ഇവള് പകുതിയും തള്ളും. ഇന്ന് ഞാൻ 5 കഴിക്കാം. വലിയ ഇഷ്ടം അതാ. വല്യപ്പൊക്കെ കഴിഞ്ഞാ? അങ്ങ് വന്നേന്ന്. ഇങ്ങ് വന്നേ. നീ ഒന്ന് നീ കാര്യം പറ. നീ ഇങ്ങ് വന്നേ. നീ എന്റെ കൂടെ രാവിലെ അമ്പലത്തിൽ പോയി രണ്ടാളും കൂടെ ഞങ്ങൾക്ക് നിങ്ങൾ പള്ളി പോകലാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ദൈവത്തിനെ വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഞങ്ങൾ ഇടാൻ അനാഥപ്രേതാണല്ലോ. അയ്യോ ദൈവത്തിനെ വിളിക്കാൻ അങ്ങ് പോണമെന്നില്ല. ഇവിടെ ഇരിക്കുന്നിടത്ത് നല്ല മനസ്സോടെ വിളിച്ചാൽ ഒരു കാര്യം ക്ലീറ്റോ അവിടെ ഇരുന്നോ. ഞാൻ ക്ലീറ്റോന്റെ മുമ്പിൽ വെച്ചാ പറയണത്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി എന്റെ പൊന്നു നാത്തൂനെ. നിങ്ങൾ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? നിങ്ങൾ ഒരു പാർട്ടിക്കാരനെയോ അല്ലെങ്കിൽ ഒരു ഫോണോ കല്യാണം കഴിച്ചാൽ മതി. 24 മണിക്കൂർ ഫോണ്. അത് പറഞ്ഞപ്പോഴാണ് കണ്ടോ നിങ്ങളുടെ നോക്കിക്കോ. നിങ്ങളുടെ കണ്ണ് പൊട്ടിപ്പോവും ഈ ഫോണിങ്ങനെ ഉപയോഗിച്ച്. ഫോണൊന്നും അവിടെ വെച്ചേത്തിരി. ഇന്നലെ എത്ര മണിക്കാണ് കിടന്നത്? ഇന്നലെ എത്ര മണിക്കാ രാത്രി കിടന്നത്? ഞാൻ എത്ര മണിക്ക് കിടന്നാൽ എന്താ, എത്ര മണിക്ക് എണീറ്റാൽ എന്താ? നിങ്ങൾക്ക് ഒന്നുമില്ലേ? ഒന്ന് നല്ല വാക്ക് 2 വാക്ക് ഇരുന്ന് വർത്താനം പറയണല്ലോ. ഒരു ഞായറാഴ്ച ആയിട്ടുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് എന്തെങ്കിലും 1-2 വാക്ക് വർത്താനം പറയാനാ ഇവിടെ കിട്ടൂല. എടീ എത്ര വർഷം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണ കാര്യങ്ങള്. ഇനിയിപ്പോ എന്ത് പുതിയതായിട്ടൊന്നും ഇല്ലല്ലോ. വെരി ഗുഡ്. മാത്രം മതിയല്ലോ പ്രാർത്ഥനയൊക്കെ. എന്റെ നാത്തുവിനെ കണ്ണൂരാന്ന് പറയണത് ഇല്ല ക്ലീറ്റോന്. എന്റെ കൂട്ടുകാരികളൊക്കെ കെട്ടിയന്മാരായിട്ട് നടക്കണോ എന്ത് കൊതിയാന്നറിയോ എനിക്കുണ്ട്. 15 വയസ്സിൽ കല്യാണം കഴിച്ചതാ. എന്തായി എന്നിട്ട്? പൗലോചാൻ എത്ര ദുഷ്ടനാണെന്ന് പറഞ്ഞാലും നിങ്ങളെ കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ പോവൂലേ? വെള്ളം കുടിക്കും. വെള്ളം എടുക്കും. വെള്ളം ഒരു കാര്യം ചെയ്തേ. നീ ഒന്നും വന്നേ. എന്റെ കൂടെ ഒന്ന് വന്നേ. നീ വന്നേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ വിളിച്ചു. നീ വരൂലേ? വാങ്ങട്. നോക്കി പഠിപ്പിക്കില്ലേ ക്ലീറ്റോ? പിന്നെ നീ എന്നെ പേടിച്ചോളാം. നിനക്കെന്താ കുഴപ്പം? ഇത് തന്നെ ഞാൻ ഉണ്ടാക്കുമ്പോ നിന്റെ മുഖം തെളിയൂലല്ലോ. ആരെങ്കിലും ഏതെങ്കിലും വീട്ടിൽ വെച്ചുണ്ടാക്കിയാലോ വേറെ ആരെങ്കിലും വെച്ചാലോ എല്ലാം നല്ലതാ. അമ്മ വെക്കണ കൂടുതൽ. അമ്മ അങ്ങ് ചത്ത് കഴിയുമ്പോ അറിയാം നിനക്ക്. ഇതിനെക്കാട്ടി അപ്പുറം ഒന്ന് ഉടുപ്പ് മാറാൻ നോക്ക്. അല്ല നീ എന്ത് ഭാവിച്ചോണ്ടാ? ഞാൻ നീ കൊറേ ദിവസം ഞാൻ കാണണം. ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കാറ്. നീ എന്ത് ഭാവിച്ചോണ്ടാ? എന്ത് ഭാവിക്കാൻ? എനിക്കെന്ത് ഭാവം? അല്ല ഞാൻ ചോദിക്കാണ്. അവള് നിന്നെ കൊതുകടികളാ. നീ കാര്യം പറ. എന്തിനാ ഇവിടെ ഇങ്ങോട്ട് വിളിച്ചേക്ക? അവള് നിന്നെ വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങി വന്ന പെണ്ണല്ലേ? അതിനിപ്പോ എന്താ പറ്റിയേ? അതും പ്രേമിച്ച്. എത്ര നാള് പ്രേമിച്ചേ? എത്ര നാള് പ്രേമിച്ചു? അത് കണക്കൊന്നും ഇപ്പൊ ഓർമ്മയില്ല.
ഒരുപാട് നാൾ പ്രേമിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കെട്ടിക്കൊണ്ടു. ഇപ്പൊ അവള് കിടന്ന് കഷ്ടപ്പെടുന്നത് എനിക്ക് ഞാനല്ലേ കാണുന്നത്. എന്താണ് അവക്ക് എന്നെ വേണ്ടാന്നൊന്നും പറഞ്ഞോ? എന്ത് പറഞ്ഞാലും തറതല പറഞ്ഞോളൂ അങ്ങോട്ട്. വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. പിന്നെന്താണ്? അവൾ എന്തോരം സങ്കടം. അവളൊരു പെണ്ണല്ലേ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്നത് ഞാൻ അവിടെ അത്ര അങ്ങോട്ട് അടിയും ചക്കരയൊന്നും അല്ലല്ലോ. എനിക്കും കുറെ വിഷമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവള് പറഞ്ഞപ്പോ ഞാൻ പിന്നെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി മിണ്ടാണ്ട് ഇരുന്നേ ഉള്ളൂ. എവിടെയാണ് വിഷമം കൂടുതൽ, നിനക്കാണോ അവക്കാണോ? വിഷമത്തിന്റെ കാര്യമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയോളാവുമ്പോ അവക്ക് പെണ്ണുങ്ങളാവുമ്പോ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഭർത്താക്കന്മാരിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടണം, സ്നേഹം കിട്ടണം, ഒരു കെയറിങ് കിട്ടണം എന്നൊക്കെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. നീ എന്തെങ്കിലും നീ കുറച്ചു നേരം അവളെ പിടിച്ചിരുത്തി സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്? ഇതിപ്പോ എനിക്ക് പാർട്ടിയും പരിപാടികളൊക്കെ അതിന് പോണ്ടേ. ഞാൻ വീട്ടിൽ കാര്യങ്ങൾ നടക്കോ? പോകേണ്ട സമയം പോകും, വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോ ഇരിക്കും. ഈ പാർട്ടിക്കാരോട് സംസാരിക്കാൻ നിനക്ക് ഇഷ്ടംമാരെ നേരം കിട്ടണ്ടല്ലോ, ഇല്ലേ? അതേപോലെ ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് മതി എല്ലാ ദിവസവും അവളോട് സംസാരിക്കുക. ഞാൻ പാർട്ടി കാര്യം ഞാൻ അവളോട് പറഞ്ഞാൽ മതിയാ. നാളെ മീറ്റിംഗ് നീ അങ്ങോട്ട് പാർട്ടിയിൽ അങ്ങ് പ്രവർത്തിച്ച് അങ്ങോട്ട് വലിയ ഇപ്പൊ അങ്ങോട്ട് ഉണ്ടാക്കും. നീ ആദ്യം കുടുംബം കഴിഞ്ഞിട്ട് പാർട്ടി, അത് മതി അല്ലേ? കുടുംബമാണോ പാർട്ടിയാണോ നിനക്ക് വലുത്? ഇതിപ്പോ ഞാൻ എന്ത് വേണം നീ പറ. എന്ത് വേണമെന്ന് വെച്ചാൽ ഇത്തിരി നേരം അവളെയും കൊച്ചിനെയും കൊണ്ട് കുറച്ച് സ്നേഹത്തോടെ അതിന് കൊഞ്ചിച്ച് സംസാരിച്ച് പതുക്കെ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി ഒന്ന് അവിടെ ഇവിടെയൊക്കെ കറങ്ങി ഒരു ഐസ്ക്രീം കഴിക്കുക, ഒരു സിനിമയ്ക്ക് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. അതൊക്കെ അവൾക്ക് എന്ത് സന്തോഷമായിരിക്കും അങ്ങനെയൊക്കെ ചെയ്താന്നറിയാമോ നിനക്ക്? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല മോളെ, പക്ഷെ നമ്മളിപ്പോ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴല്ലോ നമ്മുടെ മറ്റേ ജോർജ് കുട്ടി വേണം. ജോർജ് കുട്ടി നീ അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ജോർജ് കുട്ടി എങ്ങനെ ഉണ്ടാക്കണേ അതേപോലെ അങ്ങോട്ട് ഉണ്ടാക്കണം. പാലായി നീ വരുമ്പോ കുറച്ച് നീ കൊണ്ടുവരാത്തത് നീ ചോദിക്കുമ്പോ ഞാൻ തരാണ്. ഇപ്പൊ നിനക്ക് പൈസയുടെ പ്രശ്നം. ഞാൻ ചോദിച്ചോട്ടെ, ഒരു കൊച്ചിനെ ഒരു തള്ളയെ കൊണ്ട് ഇപ്പൊ ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു തിയേറ്ററിലോ ഒക്കെ പോയ രൂപ എത്ര ചെലവാകുന്നാണ് വിചാരിക്കണം? 1-2 രൂപയൊന്നുമല്ല, 2000-3000 രൂപയാവും. ഈ കുടുംബത്തിന്റെ കാര്യത്തിൽ ഈ രൂപയ്ക്ക് കണക്ക് പറയാൻ നിനക്ക് നാണമില്ലേ? ഒതും കടിക്കണം. ഞാനാണെങ്കിലേ കണക്ക് കൂട്ടി ജീവിക്കുന്ന ഒരു കുടുംബക്കാരനാണ്. അപ്പൊ എനിക്ക് അതൊക്കെ നോക്കിയേ പറ്റൂ. ഇപ്പൊ നിനക്ക് എന്താ പ്രശ്നം? പൈസയാണോ പ്രശ്നം? പൈസ ആണോ പ്രശ്നം എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. പൈസ എന്നെല്ലാം ശരിയാവോ? ഒരുമാതിരിയൊക്കെ ഞാൻ സോൾവ് ചെയ്യാം. എന്നാ പിന്നെ ഞാൻ അത് അത്യാവശ്യത്തിന് വെച്ചതായിരുന്നു, വേണമെങ്കിൽ അത് ഇത്തിരി തരാം. നീ അതുകൊണ്ട് പോ. മതിയോ? പൈസ സന്തോഷിക്കട്ടെ. പിന്നെ ഏത് നേരം എന്നെ സോപ്പിട്ട് പൈസയും മേടിച്ചോണ്ട് അങ്ങനെ പൊക്കോളൂ. അയ്യോ, ഇതിപ്പോ നിനക്ക് നാത്തൂനെ സന്തോഷിപ്പിക്കുകയും വേണം, പൈസയും ചെലവാകുന്ന പറഞ്ഞ് വിഷമിച്ചാ. കുറച്ച് കാശേ ഉള്ളൂ, അത് സൂക്ഷിച്ച് കണ്ടൊക്കെ ചെലവിക്കണ്ട. രണ്ടാളും കൂടി പോയിച്ചു എന്തായാലും ശരി, അവക്കൊരു സന്തോഷം ആവട്ടെ. നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നില്ല എന്ന് വേണ്ട. ഇപ്പൊ ഇതൊക്കെ തോന്നിയില്ല, ഇവന് എപ്പോഴാ ഇതൊക്കെ തോന്നണേ? കണക്കുന്നോടി കട വലുതാണെങ്കിലും നല്ല ഫുഡും വളരെ തുച്ഛമായ പൈസ ആവുള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവന്നേ. നല്ല രസമുണ്ട്. അയ്യോടിയ ബൾബല്ല, അത് ജ്യൂസിന്റെ ഗ്ലാസ് ആണ് പുതിയ. എനിക്കൊന്നും വേണം. വാങ്ങിച്ചോ. പിന്നെന്താ, പക്ഷെ ആ സാധനം വീട്ടിൽ കൊണ്ടുപോകാൻ തരില്ല. കുടിച്ചിട്ട് വെച്ചിട്ട് പോകണം. തരും, അതിന് സമയമുണ്ട്. അവര് വെടിപിടി എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ച് വേവിച്ച് വെച്ചേക്കുന്ന സാധനമല്ല. നമ്മളിപ്പോ ഓർഡർ ചെയ്യുമ്പോൾ അവർ റെഡിയാക്കി തരും. ഇനി നമുക്ക് എപ്പോഴും വരാവേ. പ്രസിഡന്റാ നല്ല സമയം. പ്രസിഡന്റ് നമസ്കാരം. ഞാൻ വൈഫും മോളും ഒക്കെ ആയിട്ടേ ഫുഡ് കഴിക്കാനായിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങി. സെക്രട്ടേറിയറ്റ് ധർമ്മയുടെ കാര്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇല്ലില്ല, 25 വണ്ടി പറഞ്ഞിട്ടുണ്ട്. 25 വണ്ടി. പിന്നെ നമ്മളെ കുറച്ച് ആളിനെ കൂലിക്ക് നമ്മൾ എടുക്കേണ്ടി വരും. ഇല്ല, അത് പ്രശ്നമുള്ള കാര്യമല്ല. പറഞ്ഞോ. അല്ല ഇവിടെ പറഞ്ഞാ. അല്ല, ജലപീരങ്കി എന്താ പ്രശ്നം? നമ്മൾ ആദ്യമായിട്ട് കാണുകയാണോ? നമ്മളൊക്കെ മഴയെ കൊടുത്തതല്ലേ. ഇപ്പൊ ജലപീരങ്കി ഉണ്ട്, അങ്ങനെ അങ്ങ് വാടിപ്പോവും. അതില്ല. പിന്നെ മറ്റേ നടരാജനും ഉണ്ട്. കോമളന് ഈയിടായിട്ട് നമ്മളെ പാർട്ടിയിൽ അങ്ങനെ ഒന്നിനും ഇതല്ല കേട്ടോ. അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. പ്രസിഡന്റ് എന്നാ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നേ? 2 ദിവസം വരുമല്ലോ. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. നമുക്ക് വന്നിട്ട് ഒരു ദിവസം ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണം കേട്ടോ. നല്ല ഫുഡാ. ശരി. ഓക്കെ പ്രസിഡന്റ്.
ഒന്ന് പതുക്കെ വർത്താനം പറയാം. ആ ഫോണൊന്ന് ഓഫ് ചെയ്ത് വെച്ചേക്കോ. അയ്യോ. നോക്കി നോക്ക്. അവര് നോക്കിക്കോട്ടെ, അവരവരെ കാര്യം നോക്കിയാൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേ നിങ്ങൾ. എടി ഇത് ഓരോ അടുത്ത ആഴ്ചത്തെ സെക്രട്ടറിയിട്ട് തരണേ. മതിയാ, ഇനി ആ ഗോപിയാശം വിളിക്കും. ഇത് കഴിക്കാൻ ആശാനെ നമസ്കാരം. ഓ പ്രസിഡന്റ് ഇപ്പൊ അങ്ങോട്ട് വിളിച്ചു വെച്ചതേ ഉള്ളൂ. ആ ഞങ്ങളിവിടെ എല്ലാം ഓക്കെയാണ്. നിങ്ങൾ എവിടെ നിന്ന് എത്ര വണ്ടി വരും? ഏ ആ ആ അത് അത് ആ ഒരു 15 മതി. എന്തായാലും ഇപ്രാവശ്യം നമുക്ക് ഈ സമരത്തോട് കൂടി ഇത് നേടിയെടുത്തേ പറ്റൂ. എല്ലാ പ്രാവശ്യവും സമരം പോലെ അല്ല, അടിക്ക് അടി, വെട്ടിന് വെട്ട്, കുതിന് കുത്ത്. ആ ഓ പിന്നെന്താണ്? ആ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. 1500 പേർക്കുള്ള ബിരിയാണി നമ്മളൊന്ന് അവിടെ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓ ഗോവേട്ടാ ഞാൻ ഇപ്പോൾ വിളിക്കാം. ഒരു നിമിഷം. തങ്ക അവിടെ നിന്നേ. അമ്മ അമ്മ നിൽക്കും വേണ്ട. തങ്ക അമ്മ അമ്മ പോണില്ല, അമ്മ കഴിച്ചിട്ട് അവിടെ കയറി വന്നേ. വാങ്ങിക്കോട്ടെ. ഫോൺ ചെയ്യാൻ വേണ്ടിട്ടാണോ നിങ്ങൾ ഞങ്ങളെ കൊണ്ടുവന്നത്? പ്രസിഡന്റിനെ ഗോപിയാശനൊക്കെ വിളിക്കാൻ അതിന് ഫോൺ കഴിഞ്ഞിട്ട് ചെയ്യാൻ അറിയാൻ പാടില്ലേ? അവർ അത്യാവശ്യ കാര്യങ്ങൾ എന്താ അത്യാവശ്യം? ഇപ്പൊ ഒരു അത്യാവശ്യം നിങ്ങൾ പറഞ്ഞില്ല. അടുത്ത ആഴ്ച സെക്രട്ടറിയിട്ട് തരണം. അതിനെക്കുറിച്ച് നീ വന്നേ വാ. ഞാൻ വന്നില്ല. തങ്കം വാ, കളിക്കാതെ വെറുതെ സീൻ നിങ്ങൾ ഉണ്ടാക്കരുത്. പോയി ഫോൺ ചെയ്തോ ക്ലീറ്റോ? ഞാൻ മഞ്ഞില്ലാന്നേ. ആൾക്കാർ നോക്കണം. നീ ഇങ്ങോട്ട് വന്നേ. ആൾക്കാർ നോക്കട്ടെ. വെറുതെ ക്ലീറ്റോനോട് എത്ര പ്രാവശ്യം ഞാൻ ചോദിച്ചു ക്ലീറ്റോ എന്താ മേടിക്കണ്ടേന്ന്. ഇനി അത് അതിന് ബുക്കിൽ നോക്കി അതിൽ പറഞ്ഞോടെ ഓർഡർ ചെയ്തുകൂടെ? അതിന്റെ പൈസ ഒക്കെ ഞങ്ങൾക്ക് അറിയാമോ? നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോന്ന്? പൈസ അതിന്റെ സൈഡിൽ വിലയല്ല എഴുതിയിട്ടുള്ളതല്ലേ, അത് നോക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ പോലെ. അമ്മ കുഴപ്പമില്ല, അമ്മ വാ. വിടുക. അമ്മ തങ്കം ഒരു സ്ഥലത്ത് കൊണ്ടുവരാൻ കൊള്ളാത്ത. Alien versus Alien.